രാജസ്ഥാനിലെ ഉദയ്പൂർ നഗരത്തിലാണ് ഫത്തേസാഗർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഉദയ്പൂരിലെ മേവാറിലെ മഹാറാണ ഫത്തേ സിംഗിന്റെ പേരിലുള്ള ഒരു കൃത്രിമ തടാകമാണിത്. ഫത്തേസാഗർ തടാകം സന്ദർശിക്കാൻ പ്രവേശന ഫീസില്ല. ഇതിന്റെ സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാണ്. ഈ തടാകത്തിൽ പെട്ടെന്ന് ടൂർ നടത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ബോട്ടിംഗ്. തടാകത്തിൽ ധാരാളം ബോട്ടിംഗ് സ്റ്റേഷനുകളുണ്ട്. ബോട്ട് സവാരിക്ക് ഇന്ത്യക്കാർക്ക് 30 രൂപയും വിദേശികൾക്ക് 125 രൂപയുമാണ്. മോട്ടോർ ബോട്ടിൽ ഒരാൾക്ക് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ്. ഇന്ത്യയിൽ മാത്രം 128 തടാകങ്ങളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ 5 തടാകങ്ങൾ ഉദയ്പൂരിലാണ് ഉള്ളത്. ഫത്തേസാഗർ തടാകം രണ്ടാമത്തെ വലിയ കൃത്രിമ തടാകമാണ്. ആരവല്ലി കുന്നുകളാലും പ്രതാപ് സ്മാരകത്താലും ചുറ്റപ്പെട്ട തടാകം 3 ചെറിയ ദ്വീപുകളുടെ ആവാസ കേന്ദ്രമാണ്. 1887 മഹാറാണ ജയസിംഗ് ആദ്യമായി തടാകം നിർമ്മിച്ചു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം തടാകം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. അതിനുശേഷം മഹാറാണ ഫത്തേ സിംഗ് 1889 ദേവാലി തടാകത്തിൽ കൊണാട്ട് അണക്കെട്ട് നിർമ്മിച്ചു. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പുകാരാണ്. ഏജീസ് നമ്പർ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഓരോരുത്തരുടെയും പ്രകടനം. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. പാട്ടുപാടലും പഴയ ഗാനങ്ങൾ പാടിയും ഹാപ്പി ആയിട്ടാണ് ബോട്ടിംഗ് നടത്തിയത്. മധ്യകാലഘട്ടത്തിൽ രാജാവ് ചെലവഴിച്ചത് 6 ലക്ഷം രൂപയാണ്. ഉദയ്പൂരിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്രോതസ്സായി ഈ അണക്കെട്ട് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു. അതിനാൽ മഹാറാണ ഫത്തേ സിംഗിന്റെ ഔദാര്യത്തെ ബഹുമാനിക്കുന്നതിന് ഈ തടാകത്തിന് ഫത്തേസാഗർ തടാകം എന്നു പേരിട്ടിരിക്കുന്നു. ഇപ്പോൾ കേട്ടത് രാജസ്ഥാനിലെ പരമ്പരാഗത സാരംഗി സംഗീതോപകരണം കൊണ്ട് നാടോടി ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ഇനി കുറച്ച് ഷോപ്പിംഗും കഴിഞ്ഞ് സഹേലിയോं की बारी ഉദയ്പൂർ കാണാനാണ് പോയത്. ഈ പൂന്തോട്ടം രാവിലെ 9 മണിക്ക് തുറക്കുകയും രാത്രി 7 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രവേശന ഫീസ് ഇന്ത്യക്കാർക്ക് 10 രൂപയും വിദേശികൾക്ക് 50 രൂപയുമാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി പുരുഷൻ സൃഷ്ടിച്ച പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് സഹേലിയോं की बारी, അതായത് കന്യകമാരുടെ പൂന്തോട്ടമെന്നും അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് കാര്യമായ സ്ഥാനമൊന്നുമില്ലെങ്കിലും ഉദയ്പൂരിലെ മേവാർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിയുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവങ്ങളിലൊന്നാണ് സ്ത്രീകൾക്കായി ഒരു പ്രത്യേക സ്ഥലം, അതായത് സഹേലിയോं की बारी. ഉദയ്പൂരിലെ വരണ്ട ഭൂമിയിലെ ഈ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടി കാഴ്ചകൾ കാണാനുള്ള സവിശേഷമായ സ്ഥലമാണ്. ഈ കാണുന്നത് സാവൻ ഭാദോ, അതായത് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി മഹാറാണ ഭോപ്പാൽ സിംഗ് സ്ഥാപിച്ച മഴവെള്ള ജലധാരകളുടെ ഒരു പവലിയൻ ആണ്. മഴയത്ത് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്ന കന്യകമാരുടെ ചിത്രം സൃഷ്ടിക്കുക എന്നായിരുന്നു മഴ ജലധാരകളുടെ പിന്നിലെ ആശയം. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഈ ജലധാരകൾ. ഈ പൂന്തോട്ടത്തിൽ 2000 ക്രിസ്റ്റലൈസ്ഡ് ഫൗണ്ടനുകളും താമരപ്പൂക്കളും വെള്ളം തളിക്കുന്ന പക്ഷികൾ, ആനകൾ എല്ലാം ഗാർഡൻ ഓഫ് മെയ്ഡൻസ്, അതായത് സഹേലിയോं की बारीയിൽ ഉണ്ട്. ഇത് നമ്മൾ കൈകൊട്ടിയാൽ ഫൗണ്ടൻ ഓൺ ആകുകയും നിർത്തിയാൽ വെള്ളം നിൽക്കുകയും ചെയ്യുന്നു. ഇത് രാജ്ഞിക്കും കൂട്ടുകാരികൾക്കും ഒളിച്ചു കളിക്കുന്നതിനായി രാജാവ് റാണ സംഗ്രാം നിർമ്മിച്ചതാണ്. മേവാർ രാജവംശത്തിലെ റാണ സംഗ്രാം സിംഗ് തൻ്റെ രാജകുമാരിയെ പ്രീതിപ്പെടുത്താൻ പൂന്തോട്ടം നിർമ്മിച്ചു. ഈ പൂന്തോട്ടം വിവാഹ സമ്മാനമായി രാജ്ഞിക്കും രാജ്ഞിയോടൊപ്പം ഉദയ്പൂരിൽ നിന്നെത്തിയ 48 വേലക്കാർക്കും കൊടുത്തു.
ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പപ്പറ്റ് ഷോ കാണാനാണ് പോയത്. ഉദയ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഭാരതീയ ലോകകലാ മ്യൂസിയം. ചേതക് സർക്കിളിന് 300 മീറ്റർ വടക്കായി ഇത് സ്ഥിതി ചെയ്യുന്നു. ഈ മ്യൂസിയം ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ തുറന്നിരിക്കും. ഈ മ്യൂസിയത്തിൽ കടക്കാൻ ഇന്ത്യക്കാർക്ക് 60 രൂപയും വിദേശികൾക്ക് 120 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 50 രൂപയുമാണ്. പപ്പറ്റ് ഷോയുടെ സമയം ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും വൈകുന്നേരം 6 മുതൽ 7 വരെയും 3 വ്യത്യസ്ത ടൈമിലാണ്. നാടോടി കലകൾ, നാടോടി നൃത്തങ്ങൾ എന്നിവ ജനകീയമാക്കാൻ ഉദയ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ് ഭാരതീയ ലോകകലാ മണ്ഡപം. പാവകളെ ഉപയോഗിച്ച് കഥാഖ്യാനം ചെയ്യുന്ന സമ്പ്രദായമാണ് പാവകളി. പാവകളിയുടെ ഉത്ഭവത്തെ പറ്റിയുള്ള വിശ്വാസങ്ങളാണ് ആ കഥകൾക്ക് അടിസ്ഥാനം. ഇതാണ് രാജസ്ഥാനിലെ പാവകളി. अरे बावली, साड़ी की लारा तो ज्यादा मजा है। मैं तो कल ही चलूं। आपा चकरी में झूलेंगा नी, आपा चकरी में झूलेंगा, आपा कलर में झूलेंगा, आपा कलर में झूलेंगा, लारा चल रे सापुड़ी रे, बोली चलो रे, मुझे दिमाग सारा गाना की मसाली। आपा चकरी में झूलेंगा नी, आपा चकरी में झूलेंगा, आपा कलर में झूलेंगा, आपा कलर में झूलेंगा। ഈ പാവകളി നടത്തുന്ന ആൾ അത് എങ്ങനെയാണ് കളിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അയാളുടെ കയ്യിലുള്ള ഒരു സ്ട്രിംഗ് മാരിയോനേറ്റ് ഉണ്ട്. അതുവഴിയാണ് പാവകളെ ഈ രീതിയിൽ ചലിപ്പിക്കുന്നത്. പാവയുടെ ശരീരഭാഗങ്ങൾ നൂലുകൊണ്ട് കെട്ടി ചലിപ്പിക്കുന്നു. താരതമ്യേന വിഷമം കൂടുതലാണ് ഇതിന്. രാജസ്ഥാനിൽ ഇതിനെ കട്ട്പുത്ലി എന്ന് വിളിക്കുന്നു. 1952 പരേതനായ ശ്രീ ദേവിലാൽ സമറാണ് ഇത് സ്ഥാപിച്ചത്. രാജസ്ഥാനിൽ നിന്നുള്ള ഗ്രാമീണ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പെയിന്റിങ്ങുകൾ, പാവകൾ തുടങ്ങി നാടോടി ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. രാജസ്ഥാന്റെ സംസ്കാരം, നാടകം, കലകൾ എന്നിവയെക്കുറിച്ച് ദേവിലാൽ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ഇന്ത്യയിലെ ആദ്യത്തെ പാവ ഉത്സവം സംഘടിപ്പിക്കുകയും ചെയ്തു. ദേവിലാലിൻ്റെ ആ അജീവനാന്ത നേട്ടങ്ങൾ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. പാവകളിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി സമയമായി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.